അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനപ്പോൾ ഇന്നേ നമുക്കിന്ന് സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കണം വീട്ടിൽ അല്ലേ. അപ്പോൾ ആലപ്പുഴ പോയിട്ട് ഞാൻ ഫിഷ് ചുട്ട ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഒരു ആഗ്രഹം അതുപോലെ കഴിക്കാൻ. അപ്പോൾ നേരെ ചന്തയിൽ പോയിട്ട് ഒരു മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഗ്രില്ലടിക്കല്ലേ? അപ്പോൾ ഗ്രില്ലടിക്കാനുള്ള മസാലയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇന്ന് പൊന്നുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. അപ്പോൾ വീഡിയോക്ക് പാട്ടാൻ പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മീനൊക്കെ ചന്തയിൽ പോയി വാങ്ങിച്ചല്ലേ പൊന്നുട്ടിയെ? കേര അല്ലേ? കേര മീനൊക്കെ ചന്തയിൽ പോയി വാങ്ങിച്ചത് അവരെന്നെ ചന്തയിൽ തന്നെ നന്നാക്കിയത് ചുടാൻ പോവാ അല്ലേ. ഇതേട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, മസാലയ്ക്കുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ ഫിഷ് മസാല, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അത് ചെറുനാരങ്ങ, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഓറഞ്ച് ഒരു സ്പെഷ്യലായിട്ടിതാ. അപ്പോൾ നമ്മൾ ഇന്ന് മസാല അടിക്കാൻ പോട്ടാ. പൊന്നുട്ടിയിലെ കൂട്ടുകാരത്തിയിലെ വീട്ടിൽ വന്നിരിക്കുന്നത് കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും അല്ലേ? എന്തിന്റെ പേര് നിന്റെ? അമ്മയ്യ. മസാല മുള്ളിൽ പറ്റണം കേട്ടാ. അപ്പോൾ നമുക്ക് ഇനി പരിപാടി എന്ന് വെച്ചാൽ മസാല ഒക്കെ പെരട്ടി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഗ്യാപ്പുകളെല്ലാം നമ്മൾ ഓറഞ്ച് കുത്തി കയറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഫോയിൽ പേപ്പർ പൊതിഞ്ഞ് നമുക്ക് ഇനി ചൂടാനുള്ള ഒറ്റ പരിപാടി ഉള്ളോട്ടെ. ഇനി നമ്മളത് ഫോയിൽ പേപ്പറിൽ ഇത് പൊതിഞ്ഞിട്ടാ, മൊത്തം അങ്ങനെ പൊതിയണം. അടുക്കളയാക്കാൻ വിധിച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഓല കൂടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഓലുണ്ട്. അപ്പൊ അതേ കത്തിച്ചോണ്ടിരിക്കണം. അത് നിൽക്കാൻ വെച്ചിട്ട് അമ്മയുണ്ട്. അവിടെ ഫിഷ് ഇരിക്കുന്നുണ്ട്. ഇവിടെ കത്താൻ പറ്റുന്നില്ല. അത് വരണ്ടാണ്. സുഹൃത്തുക്കളെ, തീ നോക്കിയാ ഗംഭീര രീതിയിൽ കത്തിക്കെടുക്കാട്ടാ. അപ്പൊ അതെ നമുക്കിത് ഫിഷ് വയ്ക്കാൻ പോവാം. ഓക്കെ, പപ്പിയാണ് ഫിഷ് ഉണ്ടാക്കണം. ഫിഷ് ഇതേ നല്ല ചൂടാട്ടാ, രക്ഷയില്ല. ഇന്ന് രാവിലെ തൊട്ട് അറിഞ്ഞിട്ട് പിന്നെ ഒരു ഉപകാരം ചെയ്തിട്ടാണ് ഈ തീ കത്തിട്ട് നോക്ക്. മെല്ലെ 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 മറ്റേ നീങ്ങി. ഇനി പെച്ചില്ല, ഗ്രില്ലടിക്കണം. എനിക്ക് സന്തോഷത്തിൽ ഗ്രില്ല്. പപ്പ നോക്ക്, ഒരു ഗ്രില്ലടിച്ചിട്ട് നല്ല കഴിക്കാന്ന് വിചാരിച്ചിട്ട് നോക്ക്. കൊതിയുടെ കുറവില്ല നോക്ക്. ഇവിടെ ഫിഷിനെ മറിച്ചുകൊണ്ടിരിക്കാം. അതെന്തിനാ നല്ല ചൂടാട്ടാ. അപ്പൊ അത് ഫിഷ് ഇപ്പൊ ഒരു ഭാഗം സെറ്റ് ഉണ്ട്. പിന്നെ തിരിച്ചിട്ട് കൂടി കത്തിക്കണട്ടാ. ഞാൻ എൻ്റെ മോളെ ഭാഗം കുറെ യൂട്യൂബ് ചാനലിൽ കണ്ട് ഇപ്പൊ അതുപോലെ ആവാൻ നോക്കും. തോറ്റിട്ടില്ലട്ടാ, വെറുതെ പറയുന്നുണ്ട്. ഇന്ന് ജയിച്ചില്ലേ? എവിടെ തോറ്റ്? ഇല്ലില്ല. ആ വെറുതെ പറയാ ഗായ്സ്, നോണ പറയാ പോയിട്ടി. നമ്മ എല്ലാ കളിയും ജയിച്ചില്ലേ? മിഠായി വാങ്ങിച്ചു തന്നില്ലേ? ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ മിഠായി വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ ഉത്തരവ്. കാശില്ല ഗായ്സ്. അപ്പൊ അടുത്ത കളി ജയിക്കോ? ആടൻ സൈഡായ കാരണം നല്ല രീതിയിൽ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതേ കത്തിക്കണേട്ടാ. മോള് ഇതുപോലെ കുറച്ച് വ്ളോഗ് പറഞ്ഞായിരിക്കും. ബ്ലോഗ് പറഞ്ഞ പാപ്പയ്ക്ക് അറിയില്ല ബ്ലോഗ്. അതിന് ഞാനാണ് പറയണ്ട ബ്ലോഗ്. പിന്നെ കൊറേ ദിവസം ഗ്രില്ലടിക്കണം വിചാരിച്ചിട്ട് ഞാൻ എന്നെ പഠിക്കണ പോയിട്ട് ഗ്രില്ലടിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഗ്രില്ലടിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇത് ഫിഷ് വെച്ചിട്ടുണ്ട്. എനിക്ക് അറിയില്ല, പെട്ടെന്ന് അറിഞ്ഞു പോയിട്ടാ. ഫിഷ് വെച്ചിട്ടുണ്ട്. പിന്നെ അറിഞ്ഞു പോയി ഫിഷ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ അത് കൂട്ടി അതിൻ്റെ അപ്പുറത്തേക്കും പറഞ്ഞിട്ട് അങ്ങനെ പപ്പ പേടിച്ചോടി. അത്ര അത് ബുദ്ധിമാനായിട്ട് നോക്ക്, പേടിച്ചോടി.
ഇങ്ങനെ കുറേ ദിവസം പേടിച്ചു കൂടിയിട്ട് ഇങ്ങനെ ബ്ലോഗ് പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ കാര്യത്തല്ലേ. വിറക് കൊണ്ടു കൊടുക്കണ ഞങ്ങളുടെ കാട്ടുവാസി പോണു. ആർക്കെങ്കിലും അത് കാട്ടുവാസി കാട്ടുവാസി. നമുക്ക് വെവിൻ്റെ കറക്റ്റ് ടൈം അറിയില്ല. ഒരു അരമണിക്കൂറോളം നമ്മൾ വെവിച്ചിട്ടുണ്ട് വലിയ മീനായ കാരണം. ഇപ്പം നമ്മൾ കനലൊക്കെ ആയിട്ട് മൂടി മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല നമ്മളെ ഫിഷ് ഏകദേശം നമ്മുടെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറോ മുകളിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് കനലൊക്കെ മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ചെറിയ ചൂട്ടോടെ ഇരുന്ന് വേവട്ടോ ഒന്നും കൂടി. അതെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വെന്തോന്നറിയില്ല. നല്ല മസാലയുടെ മണമൊക്കെ ഉണ്ട്. ചെറിയ പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കുന്നുണ്ട്. തലാട്ടം കാരണം കുഴപ്പമില്ല. ഇതുങ്ങളെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ തലേര ഭാഗമൊക്കെ ഇത്തിരി കരിഞ്ഞുണ്ടെങ്കിലും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓറഞ്ചൊക്കെ വെച്ചത് കലക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അവിടെ. കുഴപ്പമില്ല. ഞാൻ മോൾ ഭാഗം എടുത്ത ചെറിയ കരിയുടെ ഒരു ഇതുണ്ട്. അത് സംഭവിക്കിലേക്ക് ഇത്തിരി കുറവുണ്ട് കേട്ടോ. ചെറിയൊരു സലാഡ്, ചപ്പാത്തി, നമ്മുടെ ഫിഷ്. പിന്നെ അതിൽ നമുക്ക് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യമുണ്ട്. എനിക്ക് ചെറുനാരങ്ങ എനിക്ക് ഇതിലും പിഴിയാം. ഇവിടെ അതിൽ നിന്ന് നമുക്ക് കുറച്ച് മൈനോസ് എടുക്കാം. നല്ല കട്ടിയിലാട്ടോ മടിച്ചുള്ളത്. എന്നിട്ട് ഇതിൽ നിന്നൊരു പീസ് എടുക്കാൻ മതി. എനിക്ക് ഇത്ര 3 പീസ് എടുത്തിട്ട് കുറച്ച് മൈനോസ് നോക്കിയിട്ട് അഭിപ്രായം കേട്ടോ. ഇനി ഞാനൊന്ന് ടേസ്റ്റ് നോക്കണട്ടാ. സാധനം ടേസ്റ്റില്ല. ചപ്പാത്തി എടുത്തു. അപ്പൊ സുഹൃത്തുക്കളെ ഫിഷ് ഫ്രൈയിലൊക്കെ കിട്ടും സംഭവം. ഒരു